എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ബീറ്ററോ ഓവനോ കേക്ക് ടിന്നോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് അരിച്ചെടുത്താലും നല്ലതാണ്. ജസ്റ്റ് ആ ബേക്കിംഗ് പൗഡർ സോഡയൊക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യുന്നില്ല, വെള്ള മാത്രമേ ഉള്ളൂ. ബൗൾ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും ഈർപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലേ മുട്ട നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ നന്നായിട്ട് നമുക്ക് അടിച്ച് പതപ്പിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ, ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പെട്ടെന്നായി കിട്ടും. ഒരു 2 അല്ലെങ്കിൽ 3 സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒരു അര മിനിറ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് പതഞ്ഞ് വരും. പക്ഷെ അതില്ലാതെ സ്പൂൺ വെച്ച് അല്ലെങ്കിൽ വിസ്കോ വെച്ച് ചെയ്താലും എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ പതഞ്ഞ് കിട്ടിക്കോളും. എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് അളന്നെടുത്തതാണ്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുട്ട നല്ല പതഞ്ഞ് നല്ലൊരു ക്രീമായിട്ട് വരും. നല്ല തിളക്കമുള്ളൊരു ക്രീം പോലെ ആയി വരും കേട്ടോ. ഇത് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മതി. അപ്പോൾ പഞ്ചസാര എപ്പോഴും കുറച്ചായിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത മുട്ട ഒരിക്കലും ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ അതേ നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയി വരും. കണ്ടോ, നല്ല ക്രീം ആയിട്ടുണ്ട്. നല്ല തിളക്കമുള്ളൊരു ക്രീം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇപ്പോൾ വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വാനില എസൻസിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. വാനില എസൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് മാത്രം യൂസ് ചെയ്യാം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർക്കാൻ പോകുന്നത്. അഥവാ ഈ 2 എസൻസും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഒന്നുകിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ പൊടിച്ചല്ലേ ചേർക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു 2-3 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചിട്ട് അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടിയാണ് ചേർക്കാൻ പോകുന്നത്. വാനില എസൻസ് മാത്രമാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കണം. പൈനാപ്പിൾ എസൻസ് മാത്രമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പൈനാപ്പിൾ എസൻസ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണയായിരിക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കുറച്ചായിട്ട് മൈദ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാം. മൈദ എല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി പിന്നെ ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നല്ലോണം കട്ടയൊന്നുമില്ലാതെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചത്. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, ഇതിൽ കൂടുതൽ ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിൽ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചൂട് തട്ടിയാൽ കുഴപ്പമില്ലാത്ത ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെയും സൈഡിലൊക്കെ നല്ലോണം ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അഥവാ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു വട്ടത്തിന് കട്ട് ചെയ്ത് താഴെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ബട്ടർ പേപ്പർ ഇല്ലാതെയും ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മൈദയും കൂടി ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന്
മൈദ നല്ലോണം താഴെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് നല്ലോണം മൈദ അങ്ങ് കോട്ട് ചെയ്ത് ഇരുന്നോളും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കേക്ക് പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ബാക്കി വരുന്ന മൈദ കളയണം. അപ്പോൾ കേക്ക് ടിൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാക്കി വെച്ച മാവ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ പ്ലെയിൻ കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ മിക്സ് ചെയ്തും ഉണ്ടാക്കാം കേട്ടോ. അത് വേറൊരു കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി എയർ ബബിൾസ് പോകാനായിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ പാത്രം വെക്കുന്നത്. അതിങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ടാണ് ആ സ്റ്റീൽ റിങ് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കാം, കുഴപ്പമില്ല. വെള്ളം വറ്റിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി സൈഡിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കേക്കിൻ്റെ പാത്രം ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു പ്ലേറ്റോ വെച്ചിട്ട് അടച്ചാൽ മതി. ഈർപ്പം ഉള്ളിലേക്ക് വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കത് തുറന്ന് നോക്കാം. കേക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ആവിയിലല്ലാതെ നമ്മൾ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വരും. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാനിലൊന്നും വീഴാതെ സൈഡിൽ കൂടി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് ഇളക്കിയെടുത്ത സമയത്ത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടോ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചു ഇതിനകത്ത്. കണ്ടോ, നല്ല തണുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കത്തില്ല. ചെറിയ ചൂട് ആ പാൻ്റെ താഴെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ കേക്കിന് പ്രശ്നമൊന്നുമില്ല. താഴെ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ ചെറിയ ചൂടോടുകൂടി എടുത്താലും ഇങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പലരും ഓവൻ ഇല്ലാതെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് അടി കരിഞ്ഞു പോയി എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. ഈ കേക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.